ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്കിവിടെ കണവ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് കണവ റോസ്റ്റ് ചെയ്യാം, കണവ തോരൻ വയ്ക്കാം, നമുക്ക് കണവ വറുത്തെടുക്കാം. ഇന്ന് നമുക്ക് കണവ ഉലർത്തിയെടുക്കാം. പെപ്പറൊക്കെ ചേർത്ത് നല്ല കറിവേപ്പിലൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റാണിത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കണവ നല്ലപോലെ ക്ലീൻ ചെയ്ത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണവ തേങ്ങയൊക്കെ അരച്ച് നല്ല തോരൻ പോലെയും ചെയ്യാം. നമ്മളിന്നിവിടെ ഒന്ന് ഉലർത്തിയെടുക്കുകയാണ്. നമുക്ക് കുറച്ച് ഏറെ ചെറിയ ഉള്ളി വേണം, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളിക്ക, ഇതെല്ലാം കൂടെ നല്ലപോലെ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കാം. ഇതിന് വേണ്ടത് ചെറിയ ഉള്ളിയാണ്, ഇതിന് നല്ല ടേസ്റ്റായിട്ടുള്ളത്. ചെറിയ ഉള്ളി തനിയെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. കുറച്ച് വഴണ്ട് വരുമ്പോൾ നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കാം. ഇതെല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് കണവ കുറച്ച് കുക്കറിൽ ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. ഉപ്പും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കാം. വെള്ളം അധികം ചേർക്കേണ്ട ആവശ്യമില്ല. കണവയിൽ നല്ല വെള്ളമുണ്ട്. വേവുമ്പോഴത്തേക്ക് കുക്കറിൽ വേവിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വെള്ളം വന്നോളും. നമുക്ക് അടച്ച് വേവിക്കാം. ഉപ്പൊക്കെ നോക്കി ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നല്ലപോലെ വഴറ്റി വന്നതിന് ശേഷം തക്കാളിക്കയും ചേർത്ത് അതും നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ വെച്ച് വെന്ത കണവയും കൂടെ ഇതിൽ ചേർക്കാം. കുക്കറിൽ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. അതും കൂടെ ഇതിനകത്ത് ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ച് ഉപ്പൊക്കെ നോക്കി നല്ലപോലെ വറ്റിച്ച് ഉലർത്തിയെടുക്കണം. നല്ലപോലെ ഇളക്കി നമ്മൾ പെപ്പറിൻ്റെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കണം. നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കുറച്ചും കൂടെ ഇളക്കിയിട്ട് നമ്മൾ സിമ്മിലിട്ട് കുറച്ച് കഴിയുമ്പോൾ നല്ല ഡ്രൈ ആയി വന്നോളും. വെള്ളമൊക്കെ പറ്റി ഈർപ്പമൊക്കെ മാറി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കൂന്തൽ ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക.